ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ സച്ചിയും രേവതിയും കൂടിയിട്ട് ആദ്യം ഇങ്ങനെ കെയർ ചെയ്യുന്നതും ആദ്യം കൂട്ടിക്കൊണ്ട് വരുന്നതും ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും തൻ്റെ കള്ളത്തരം പിടിക്കപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യയെ ആരും കാണാതെ തന്നെ ഒരു ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുപോയി ആക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗാർഡിയനായിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ട് മീരയാണ്. അങ്ങനെ അവിടെ നിൽക്കുന്നത് തീരെ ഇഷ്ടമില്ലാതായിട്ട് ആദ്യം അവിടെ നിന്ന് ചാടിപ്പോവാണ് കേട്ടോ. എന്നാൽ ആ വിവരം ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ വിളിച്ചിട്ട് അവർ പറയുന്നത് മീരയെ വിളിച്ചിട്ടാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ മീരയും ശ്രുതിയും കൂടിയിട്ട് ഇങ്ങനെ ആദ്യം അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ സച്ചി ആണെങ്കിൽ ഒരു ഓട്ടം പോയിട്ട് വന്നിട്ട് ഒരിടത്ത് കാറ് ഇങ്ങനെ നിർത്തിയിട്ടേക്കാണ്. അവിടേക്ക് വന്നിട്ട് ഡിക്കി ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആദ്യം സച്ചിയുടെ കാറാണെന്ന് അറിയാതെ ആ കാറിൻ്റെ ഡിക്കിയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കടയിൽ പോയിട്ട് വന്നിട്ട് സച്ചി ആ കാർ എടുത്തുകൊണ്ട് ആദ്യം അതിനകത്തുണ്ടെന്നൊന്നും അറിയാതെ തന്നെ കാർ എടുത്തുകൊണ്ട് വീണ്ടും ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പോലീസുകാരുടെ ഒരു ചെക്കിങ് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെക്കിങ് നടക്കുന്ന സമയത്ത് പോലീസുകാർ പറയുന്നുണ്ട് ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്യുന്ന. അപ്പോൾ സച്ചി കൂളായിട്ട്, കാരണം പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും പോലീസുകാർ ഭയങ്കര ദേഷ്യത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഈ കുട്ടി ഏതാണ്? കുട്ടിയോ? എൻ്റെ കാറിനകത്തോ? സച്ചി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയി നോക്കുന്ന സമയത്ത് നമ്മുടെ ആദിയാണ് കേട്ടോ കാണുന്നത്. ആദിയോ? ഇവനെപ്പോൾ ഇതിനകത്ത് കയറി? എന്നാൽ ഈ സമയം പോലീസുകാർ വന്നിട്ട് സച്ചിയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഒരു കൊച്ചുകുട്ടിയെ ഡിക്കിയിൽ കയറ്റി കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നതെന്നും പറഞ്ഞിട്ട് നീ പുതിയ നാടകം ആടുന്നു, പെട്ടെന്ന് തന്നെ ജീപ്പിലേക്ക് കയറടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയെ അവിടെ നിന്ന് പോലീസുകാർ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. എന്നാൽ അയ്യോ സാറേ, ഇതെനിക്ക് അറിയാവുന്ന കുട്ടിയാണ്, ഇവനെ എന്തിനാ ഞാൻ തട്ടിക്കൊണ്ടു പോകുന്നത്? ഇതുപോലെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, മര്യാദയ്ക്ക് വണ്ടിയിലേക്ക് കയറടാന്ന് പറഞ്ഞിട്ട് സച്ചിയെ ഇങ്ങനെ പിടിച്ച് തള്ളിയൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഈ സമയം രേവതിയാണെങ്കിൽ കുറേ നേരമായിട്ട് സച്ചിയെ കാണാത്തത് കൊണ്ട് തന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ സച്ചിയുടെ ഫോൺ റിങ് ചെയ്യുമ്പോൾ എടുക്കുന്നത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസറാണ്. അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഹലോ നിങ്ങളാരാ? ഇത് സച്ചിയേട്ടൻ്റെ ഫോണല്ലേ? സച്ചി എന്ന് പറഞ്ഞ ഒരാളുടേതാണ്, നിങ്ങളാരാണ്? ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഫാണ് സംസാരിക്കുന്നത്, നിങ്ങളാരാ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. പോലീസ് സ്റ്റേഷനിലോ? ഈ സച്ചിയേട്ടൻ എന്താ പോലീസ് സ്റ്റേഷനിൽ? അതെ, അയാൾ ഒരു കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി ചെക്കിങ്ങിനിടയിൽ അയാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറയണേ. ഇത് കേട്ടിട്ട് രേവതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. അയ്യോ സാറേ, സച്ചിയേട്ടൻ്റെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അയാൾ കൊണ്ടുപോയി സച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ എന്താ പറ്റിയത്? അത് രേവതി, ആദ്യമാണ് നമ്മുടെ കാറിൽ കയറിയിരുന്നത്, അവൻ ഡിക്കിക്കകത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവനെ ഞാൻ തട്ടിക്കൊണ്ടു പോകുന്നെന്നും പറഞ്ഞാ ഇവരെന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമാണെങ്കിൽ ഞാൻ തട്ടിക്കൊണ്ടു പോയതല്ല, ഇവനെ എനിക്ക് അറിയാവുന്നതൊക്കെ ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞാലേ എനിക്കിവിടെ നിന്ന് വരാൻ കഴിയുമെന്ന് ഇങ്ങനെ പറയാം. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ അതിനെ ആദ്യം പറയുമല്ലോ, ആദ്യം എവിടെ? അതാണല്ലോ രേവതി പ്രശ്നം. ഡിക്കിക്കുള്ളിൽ കയറി ഇരുന്നുകൊണ്ട് തന്നെ ചൂടുകൊണ്ടായിരിക്കണം അവൻ ബോധമില്ലാതെയാണ് പോലീസുകാർ കണ്ടെത്തിയത്. അവനെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്ന് സച്ചി രേവതിയോട് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് രവിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അച്ഛാ, സച്ചിയേട്ടൻ ഇതുപോലെ പോലീസ് സ്റ്റേഷനിലാണ്. എന്താ മോളെ, എന്താ പ്രശ്നം എന്നിങ്ങനെ രവി ചോദിക്കുന്ന സമയത്ത്, അച്ഛാ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞിട്ടാണ് സച്ചിയേട്ടനിപ്പോൾ കേസുള്ളത്. അത് വേറെ ആരും ആയിരുന്നില്ല, ആദിയാണ്. ആദ്യം സച്ചിയേട്ടൻ്റെ കാറിൻ്റെ പുറകിൽ എങ്ങനെയാ വന്നതെന്നൊന്നും അറിയില്ല. ആദിക്കിപ്പോൾ ബോധമില്ലാണ്ട് ഹോസ്പിറ്റലിലാണുള്ളത്. ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. മോളെ രേവതി, ഞാനും വരാം. വേണ്ടച്ചാ, ഞാൻ പോയി ആദ്യം ഒന്ന് കാണട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാമെന്ന് പറഞ്ഞിട്ട് രേവതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം രവി സംസാരിക്കുന്നത് കേട്ടിട്ട് ചന്ദ്രമതി പെട്ടെന്ന് തന്നെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ രവിയേട്ടാ, ആരാ വിളിച്ചത്? അത് രേവതിയാ. ആരാ ഹോസ്പിറ്റലാണെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്ന ഒരു കുട്ടിയില്ലേ, സച്ചിയുടെയും രേവതിയുടെയും കൂടെ, ആദി. അവനോ? അവനിപ്പോൾ എന്തു പറ്റി? അല്ല, അവന് എപ്പോഴോ നമ്മുടെ സച്ചിയുടെ കാറിൻ്റെ ഡിക്കിയിൽ കയറിയിരുന്നു. അപ്പോൾ അവൻ ബോധമില്ലാണ്ടായപ്പോൾ പോലീസ് ചെക്കിങ്ങിനിടയിലാണ് അത് കണ്ടെത്തിയത്. പോലീസുകാർ തന്നെ അവനെ ഹോസ്പിറ്റലിലേക്ക് ആക്കിയിരിക്കുകയാണെന്ന് പറയുകയാണേ.
എന്നാൽ ഇതെല്ലാം നമ്മുടെ ശ്രുതിയാണെങ്കിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കാണാനില്ലെന്നുള്ള കാര്യം ശ്രുതി അറിഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണല്ലോ. എന്തായാലും പോലീസുകാർ കൊണ്ടുപോകുന്നത് സിറ്റി ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ആദിയുടെ അടുത്തേക്ക് ശ്രുതി പെട്ടെന്ന് തന്നെ പോവാണ്. അപ്പോഴേക്ക് ചന്ദ്ര വയ്ക്കുന്നുണ്ട്, അല്ല ശ്രുതി ഇപ്പോൾ ധൃതി വെച്ച് എങ്ങോട്ടേക്ക്? അല്ല ആൻറ്റി, എനിക്കിപ്പോൾ ഒരു കോൾ വന്നിരുന്നു. ഒരു ഇവൻറ്റിന് പെട്ടെന്ന് തന്നെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട്, ആ അതാണോ? ഞാൻ ഓർത്തു എന്താണെന്ന്. എന്നാൽ മോള് പോയിട്ടു എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ യാത്രയാക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. അങ്ങനെ രവിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഈ സമയം രേവതിയും ആദ്യം അന്വേഷിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ. എന്നാൽ ആദ്യം അന്വേഷിച്ചിട്ട് രേവതി എത്തുന്നതിന് മുമ്പ് തന്നെ ആദിയുടെ അടുത്ത് ശ്രുതി എത്തിയിട്ടുണ്ട്. ആദിക്കാണെങ്കിൽ ഈ സമയം ബോധമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദിയുടെ അടുത്ത് നിന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ മോനെ കാണിച്ചത്? നീ എന്തിനാ അവിടെ നിന്ന് ചാടിപ്പോന്നത്? അമ്മേ, എനിക്ക് അവിടെ നിൽക്കുന്നത് തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നിനക്ക് അമ്മയില്ലാഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. നിന്നെ കാണാനായിട്ട് ഇവിടേക്ക് ആരും വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ ആ കുട്ടിയുടെ കയ്യിൽ പെൻസിലെടുത്ത് കുത്തിയെന്ന് പറയണം. അയ്യോ, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? എന്നിട്ട് എന്താ ഉണ്ടായത്? അപ്പം മാഷു പറഞ്ഞു എന്നെ പോലീസ് പിടിക്കുമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് പേടിയായി അമ്മേ. അതുകൊണ്ടാ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയെന്നിങ്ങനെ ആദി പറയുന്നുണ്ട്. എടാ ആദി, എങ്കിലും നീ എന്തിനാ സച്ചിയുടെ കാറിൽ പോയി കയറിയത്? അമ്മേ, അത് സച്ചിയങ്കളുടെ കാറാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓപ്പണായി കിടന്ന ആ ഡിക്കിക്കുള്ളിലേക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ഓടിക്കയറുമായിരുന്നെന്ന് പറയാണ് കേട്ടോ. ആ സാരമില്ല, അമ്മ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം, മോൻ സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞ് ആദ്യം സമാധാനിപ്പിച്ചിട്ട് ശ്രുതി നേരെ ഡോക്ടറുടെ റൂമിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. ഈ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ നേരത്തെ തന്നെ കണ്ടിട്ടുള്ള ഒരു ഡോക്ടറാണ്. സെക്കൻഡ് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് അതിനുള്ള അഡ്വൈസൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി കാണുന്ന ഡോക്ടർ തന്നെയായിരുന്നു കേട്ടോ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടർക്ക് ശ്രുതിയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആഹാ, താനോ? എന്താണോ ഇവിടെ? അത് ഡോക്ടർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കുട്ടിയില്ലേ ആദി, അവൻ്റെ അമ്മയാണ് ഞാൻ. ഓ അവനോ? അവനെങ്ങനെയുണ്ട് ഡോക്ടർ? ഇവിടെ കൊണ്ടുവന്നപ്പോൾ ബോധമില്ലാതെയാണ് കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ അവൻ ഓക്കെ ആയിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ ഡോക്ടറോട് ശരി ഡോക്ടർ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദിയുടെ അടുത്ത് പോയി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആദ്യം അന്വേഷിച്ചിട്ട് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. രേവതി വരുന്നത് ശ്രുതി ആദ്യം തന്നെ കാണുന്നുണ്ട്. മോനെ ആദി, എന്തായാലും രേവതി വരുന്നുണ്ട്. ഞാൻ മോൻ്റെ അമ്മയാണെന്നോ ഞാനിവിടെ വന്നിരുന്നു ഒന്നും രേവതിയുടെ അടുത്ത് പറയരുത്. രേവതി പോയി കഴിയുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ശ്രുതി അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. രേവതി ആദിയുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. മോനെ ആദി, നിനക്ക് എന്താ പറ്റിയത്? അത് ആൻറ്റി, ഞാനൊരു ബോർഡിങ്ങിലായിരുന്നു. അവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുകയാണേ. അങ്ങനെ സാരമില്ല, മോനിപ്പോൾ ഓക്കെ ആണോ? പിന്നെ മോൻ്റെ അമ്മയുടെ കൂടെ പോവാമെന്നും പറഞ്ഞല്ലേ അന്ന് പോയിട്ടുണ്ടായിരുന്നത്? അതെ, എന്നിട്ട് അമ്മ ഇപ്പോൾ എവിടെ? അത് അമ്മ പോയി എന്ന് മാത്രം ഇങ്ങനെ ആദി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദിയോട് കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ തന്നെ രേവതിയാണെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നുണ്ട്. കാരണം ആദ്യം അവിടുന്ന് കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയാൽ മാത്രമേ സച്ചിയെ പുറത്തിറക്കാൻ പറ്റുള്ളല്ലോ. അങ്ങനെ എന്നാൽ നമ്മുടെ രേവതിയുടെ അനിയത്തി ദേവു കോളേജ് പഠനത്തിന് ശേഷം ഒരു അക്കൗണ്ടൻ്റായിട്ട് ആ ഹോസ്പിറ്റലാണ് കേട്ടോ ജോയിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ദേവുവിനെ പോയി കണ്ടതിന് ശേഷം ആദ്യം ട്രീറ്റ് ചെയ്ത ആ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടറെ പോയി രേവതി കാണുന്നുണ്ട്. അങ്ങനെ രേവതിയെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ആ കുട്ടിയുടെ ആരാണ്? ഡോക്ടർ, ഞാൻ ആദിയുടെ ഒരു അകന്ന ബന്ധുവാണ്. അവനിപ്പോൾ ഇവിടെ വേറെ റിലേറ്റീവ്സ് ആയിട്ടൊന്നും ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ഡോക്ടറാണെങ്കിൽ പെട്ടെന്ന് എന്നെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ആ കുട്ടിയുടെ ഒരു അമ്മ ഇപ്പോൾ ഇവിടെ വന്ന് എന്നെ കണ്ടിട്ട് പോയതേ ഉള്ളൂ. ഏയ് ആയിരിക്കില്ല ഡോക്ടർ, ആ കുട്ടിയുടെ അമ്മ ദുബായിലാണുള്ളത്. ഏയ് ഒന്നുമല്ല, നിങ്ങളുടെ ഏട്ടത്തി ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൂട്ടിക്കൊണ്ടുവന്ന ശ്രുതി, പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങളും കൂടി വന്നിരുന്നല്ലോ. അതെൻ്റെ ഏട്ടത്തിയാണ്. അവരുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ള കുട്ടിയാണ് ആദ്യം ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നാൽ ഇത് കേൾക്കുന്ന നമ്മുടെ രേവതിയും ദേവും ആകെ ഷോക്കായി പോവാണ്. അങ്ങനെ അവിടെ നിന്ന് ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് രേവതിയും ദേവും കൂടി പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ദേവു പറയുന്നുണ്ട്, ചേച്ചി
അപ്പോൾ നമ്മൾ അന്ന് കണ്ടെത്തിയിരുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു അല്ലേ? അപ്പോൾ ശ്രുതി രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ടെസ്റ്റൊക്കെ ചെയ്തിരുന്നത്. ആദ്യത്തെ ടെസ്റ്റിൽ അബോഷനായി പോയി എന്ന് പറഞ്ഞത് കള്ളത്തരമായിരുന്നു അല്ലേ ചേച്ചി? അപ്പോൾ അവൾക്ക് ആദ്യം ഉണ്ടായ കുട്ടിയാണ് ആദി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ ചേച്ചി ചെയ്യുന്നതെന്ന് ഇങ്ങനെ ദേവു ചോദിക്കുന്നുണ്ട്. രേവതി അപ്പോൾ ദേവുവിനോട് പറയുന്നുണ്ട്, ദേവു നീ എൻ്റെ കൂടെ വാ, ആദിയോട് തന്നെ ചോദിച്ച് നമുക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് ദേവും രേവതിയും കൂടിയിട്ട് ആദിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ആദിയാണെങ്കിൽ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കിടക്കായിരിക്കും. മോനെ ആദി, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല രേവതി ആൻറ്റി, എനിക്കിപ്പോൾ ഒരസുഖം ഇല്ലെന്ന് പറഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി ആൻറ്റി ചോദിച്ചാൽ സത്യം പറയുമോ മോൻ? ആ, രേവതി ആൻറ്റിയോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. രേവതി ആൻറ്റി ചോദിച്ചാൽ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദ്യമാണെങ്കിൽ ഭയങ്കര ഉഷാറോട് കൂടി എഴുന്നേറ്റിരിക്കുകയാണേ. അപ്പോൾ ശ്രുതിയാണല്ലേ മോൻ്റെ അമ്മ എന്ന് പറയുമ്പോഴേക്കും ആദ്യം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അത് ആൻറ്റി, അതെ മോനൊരു കൊച്ചുകുട്ടിയല്ലേ, മോൻ കള്ളത്തരങ്ങൾ മാത്രമല്ലേ ആൻറ്റിയുടെ അടുത്ത് പറയുന്നത്? ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. മോൻ സത്യം പറ, ശ്രുതിയാണോ മോൻ്റെ അമ്മയെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഈശ്വര രേവതി ആൻറ്റി സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയോ? അതിനുശേഷം രേവതി പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് മോൻ്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുകയാണേ. അത് രേവതി ആൻറ്റി, ശ്രുതി തന്നെയാണ് എൻ്റെ അമ്മ. അമ്മയുടെ പേര് ശരിക്കും ശ്രുതി എന്നല്ല, കല്യാണി എന്നാ. അമ്മ തന്നെയാണ് എന്നെ ബോർഡിംഗ് സ്കൂളിലാക്കിയത്. അപ്പോൾ മോൻ്റെ അമ്മമ്മ എവിടെ? അമ്മമ്മ ഒരിക്കലും തിരിച്ചു വരില്ലെന്നാ അമ്മ എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വേറെ ആരുമില്ല, എനിക്ക് ബോർഡിംഗ് സ്കൂളിൽ നിൽക്കാൻ ഇഷ്ടമില്ല രേവതി ആൻറ്റി എന്ന് പറയുകയാണേ. അപ്പോഴേക്കും മോനെ ആദി, നീ ഇനി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. മോൻ്റെ കൂടെ ഇനി എന്നും മോൻ്റെ അമ്മയുടെ കൂടെ തന്നെ നിൽക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ആദിയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ആദിക്ക് ഭയങ്കര ഹാപ്പി ആവുകയാണ്. കാരണം ബാക്കി ശ്രുതിയുടെ കള്ളത്തരങ്ങളൊന്നും നമ്മുടെ ആദിക്ക് അറിയില്ലല്ലോ. ഈ സമയം നമ്മുടെ രേവതി ആണെങ്കിൽ ഡോക്ടറെ പോയി കണ്ടിട്ട് ആദ്യം ഡിസ്ചാർജ് ചെയ്ത് മേടിച്ചുകൊണ്ട് തന്നെ ആദ്യം കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. എന്നാൽ മാറി നിന്ന ശ്രുതി കുറച്ച് നേരം കഴിഞ്ഞ് വരുമ്പോഴേക്കും ആദ്യം അവിടെ എങ്ങും കാണാനില്ലല്ലോ. അങ്ങനെ പോയി റിസപ്ഷനിലും എല്ലായിടത്തും അന്വേഷിക്കുമ്പോൾ റിസപ്ഷനിൽ നിന്നും അവിടെ നിന്ന് പറയുന്നുണ്ട്, അത് വേറൊരാൾ വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്കാണ് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയെന്ന് പറയുന്നുണ്ട്. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം തിരിഞ്ഞു നോക്കുന്ന രേവതി നമ്മുടെ ശ്രുതി കാണുന്നത് ദേവുവിനെയാണ് കേട്ടോ. ദേവുവിനെ കാണുമ്പോഴേക്കും ശ്രുതി ആകെ ഇങ്ങനെ പരിഭ്രമിച്ചു പോവാണ്. അതെ, നിങ്ങളിനി പരിഭ്രമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ അന്വേഷിച്ച് വന്നത് നിങ്ങളുടെ മകനെയല്ലേ? നിങ്ങളുടെ മകനെയും കൂട്ടി എൻ്റെ ചേച്ചി വീട്ടിലേക്ക് നേരെ പോയിട്ടുണ്ടാവും. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയേ നിങ്ങൾക്ക് കിട്ടേണ്ടത് നേരെ വീട്ടിലേക്ക് ചെന്നാൽ അവിടെ നിന്ന് തന്നെ കിട്ടിക്കോളൂ എന്നിങ്ങനെ ദേവു പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ചേച്ചി ഇട്ടോണ്ടേ കുറേ കഷ്ടപ്പെടുത്തിയതല്ലേ, നിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഇന്ന് തന്നെ റെഡിയാവുമെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവാണ് കേട്ടോ. ശ്രുതി ആകെ ഷോക്കായിരിക്കുകയാണ്. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലല്ലോ. ഈ സമയം രേവതിയാണെങ്കിൽ ആദ്യം കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ആദി പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ആൻറ്റി അങ്കിളുമാണ്. എന്നെ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് ചാടിപ്പോകുന്നതാണ്. അങ്കിളിൻ്റെ വണ്ടിയാണെന്ന് അറിയാതെയാണ് ഞാനതിൽ കയറി കടന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യയോട് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം സച്ചിയെ പോലീസുകാർ സോറിയൊക്കെ പറഞ്ഞിട്ട് വിടുകയാണ് കേട്ടോ. അങ്ങനെ ആദ്യം കൂട്ടിയിട്ട് സച്ചിയും രേവതിയും അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് വെച്ച് തന്നെ നമ്മുടെ രേവതിയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം സച്ചിയോട് പറയാണ് കേട്ടോ. സച്ചിയേട്ടാ, ആദിയുടെ അമ്മ വേറെ ആരുമല്ല. പറയുന്ന കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി പെട്ടെന്ന് തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രേവതി, ആ പൗഡർ അടത്തി വീട്ടിൽ കയറി വന്നപ്പോൾ തന്നെ എനിക്കറിയാം അവൾ പക്ക ഫ്രോഡാണെന്നുള്ള കാര്യം. ഇതേ ഇപ്പോൾ ഇനി എന്തെല്ലാം കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെന്നേ നമുക്ക് കാണാം. എന്തായാലും പൗഡർ അടത്തി ഒരു അമ്മയാണെന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും ഓർത്തില്ല കേട്ടോ രേവതി. എന്തായാലും ഇന്നേ അമ്മയ്ക്കും ഇന്ന് നല്ല അഹങ്കാരമായിരുന്നില്ലേ ഉണ്ടായിരുന്നത്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ സച്ചിയും പറയുന്നുണ്ട്. എന്നാലും സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല രേവതി, ആദ്യത്തെ പൗഡർ അടുത്തേക്ക് അബോഷനായി പോയെന്നല്ലേ പറഞ്ഞിരുന്നത്, പിന്നിങ്ങനെ ഇത്രയും വലിയ കുട്ടിയുണ്ടാവോ? അത് സച്ചിയേട്ടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
ഒരു പക്ഷേ ശ്രുതി നേരത്തെ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കാം, അതിലായിരിക്കും ഈ കുട്ടി ഉണ്ടായിരിക്കുക. എന്തായാലും നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയും സച്ചിയും കൂട്ടിയിട്ട് ആദ്യം കൂട്ടി നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അടുത്ത് നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചത്ത് വരികയാണ്. ചന്ദ്രമതി എന്താ ചെയ്യാൻ പോകുന്നതെന്നും ശ്രുതിയുടെ മുഖംമൂടി വലിച്ചു കീറിക്കൊണ്ടുള്ള നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ പുറകെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.